ഹലോ ഒരുപടി, ഞാനിന്ന് എന്താ ഉണ്ടാക്കിയെന്നറിയാമോ? ഇതാണ് ഇഞ്ചിപ്പച്ചടി. ഇഞ്ചിപ്പച്ചടി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടി ഒരു 2-3 കഷ്ണം ഇഞ്ചിയും കുറച്ച് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കരിയാപ്പില ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം. പിന്നെ ഒരു മുറി തേങ്ങ തിരിങ്ങിയതും അതിൻ്റെ കൂടെ ഇച്ചിരി കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി ഇട്ട് ഒന്ന് അരയ്ക്കുക. അരച്ചതിന് ശേഷം നമുക്ക് ഈ കടുക് 2 സ്പൂൺ കടുകിട്ട് അത് ഒന്ന് ചതച്ച് വെക്കുക. നല്ലതായിട്ട് അരയണ്ട, ഒന്ന് കാണത്തക്കവണ്ണം അരച്ചതിന് ശേഷം നമുക്ക് ചീനിച്ചട്ടി അടപ്പ് വെച്ച് നമുക്ക് പച്ചടി ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം. ഞാൻ ചീനിച്ചട്ടി വെച്ച് തീ കത്തിച്ച് കടുകിട്ട് എണ്ണ ഒഴിച്ച് 2 സ്പൂൺ എണ്ണ ഒഴിച്ച് കടുകിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ ഐറ്റംസ് ഇട്ട് മൂപ്പിച്ചെടുക്കാം. ആദ്യമായിട്ട് ഇഞ്ചി ആണ് എടുക്കുന്നത്. ഇഞ്ചി ഒരു 2-3 കഷ്ണം, ഒരു 50 ഗ്രാം, 3-4 കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് കൊത്തി അരിഞ്ഞതാണിത്. അതിൻ്റെ കൂടെ 1-2 അള്ളി വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടിട്ടുണ്ട്. അത് ഇട്ട് നല്ലതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇഞ്ചി നല്ലതായിട്ടൊന്ന് റെഡ് കളറാവുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിക്കണം. അപ്പം നല്ലതായിട്ട് മൂത്തതിന് ശേഷം പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, കൊച്ചുള്ളി ആണെങ്കിൽ ഏറ്റവും നല്ലത്. അതിൻ്റെ കൊച്ചുള്ളി ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ സവാള തന്നെ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചേക്കുവാണ്. അപ്പോൾ നമ്മുടെ ഇഞ്ചിയൊക്കെ ഒരുമാതിരി കളറായി വരുന്നുണ്ട്. നമുക്ക് കരിയാപ്പില ഉണ്ടെങ്കിൽ കരിയാപ്പില ഇട്ടിട്ട് പിന്നെ ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റാം. ഉള്ളി ഇട്ടതിന് ശേഷം പിന്നെ അത് നല്ലതായിട്ടൊന്ന് വഴന്ന് വരണം. വേണമെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ചിരി 1/2 സ്പൂൺ ഉപ്പും കൂടെ ചേർത്താൽ, 1 നുള്ളി ഉപ്പും കൂടെ ചേർത്താൽ പെട്ടെന്ന് ഉള്ളി വഴന്ന് വരും. നോക്കാമല്ലോ. കരിയാപ്പില ഇട്ടു. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉള്ളി അരിഞ്ഞ് വെച്ചേക്കുന്നതും കൂടെ ചേർത്ത് ഇളക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നമ്മുടെ ഒരു ഇഞ്ചിപ്പച്ചടി എന്ന് പറഞ്ഞാൽ. സാധാരണ ആരും ഉണ്ടാക്കാറില്ല, പക്ഷേ നല്ല ടേസ്റ്റാണ്. നല്ല സാമ്പാറിൻ്റെ കൂടെയും ഒക്കെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാനൊരു 1/2 ലിറ്ററോളം തൈരാണ് എടുത്തേക്കുന്നതിന് വേണ്ടി. അരമുറി തേങ്ങയും അരച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കടുക് ഇട്ട് പൊട്ടിച്ച് ചതച്ച് വെച്ചേക്കുവാണ്. മുമ്പ് ഈ ഇഞ്ചിയും ഉള്ളിയും എല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് വഴന്നതിന് ശേഷം നമുക്ക് ഈ തേങ്ങ അരച്ച് വെച്ചേക്കുന്ന കൂടെ തേങ്ങയും കടുകും പൊട്ടിച്ചതും അരച്ച് വെച്ചേക്കുന്ന എടുത്ത് ഇതിനകത്തോട്ട് എടുത്ത് നല്ലതായിട്ട് അരപ്പൊന്ന് വേവണം. അപ്പോൾ ഒരുമാതിരി കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഉള്ളിയുടെയും കളറ് മാറി വരുന്നു. ഇനി നമുക്ക് അരപ്പ് ചേർക്കാം. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് ഇഞ്ചിപ്പച്ചടി. അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്തൊക്കെ നോക്കണം. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമ്മുടെ അരപ്പ് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം പാത്രം മിക്സി കഴുകിയൊരു സ്വല്പം വെള്ളം കൂടെ അതിനോട് ചേർത്ത് നമുക്കത് നല്ലതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അധികം ചെറുതായി ചൂടായാൽ മാത്രം മതി. അത് തേങ്ങയല്ലേ, ബാക്കിയെല്ലാം വെന്തതാണല്ലോ. അപ്പോൾ ഇത് നല്ലതായിട്ട് ചൂടായതിന് ശേഷം പിന്നെ നമ്മളെടുത്ത് വെച്ചേക്കുന്ന 1/2 ലിറ്റർ തൈര് ഉടച്ച് വെച്ചേക്കുവാണ്. അതും ഇതിൻ്റെ കൂടെ. പക്ഷേ തീ അണച്ചതിന് ശേഷം വേണം നമുക്ക് തൈര് ചേർക്കാൻ. അല്ലെങ്കിൽ തീ ഇപ്പോൾ കൂടിയിരുന്നാൽ ചിലപ്പോൾ പിരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ
ഇതിൻ്റെ കൂടെ തൈര് ചേർത്ത് തീ അണച്ചതിന് ശേഷം തൈര് ചേർത്ത് ഒരു 1-2 മിനിറ്റ് ഒന്ന് ഇളക്കുക. ചട്ടിയുടെ ചൂട് കൊണ്ട് ആ തൈര് മൊത്തം ചൂടാവും. അധികം ചൂടാകേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റുള്ള സാധനങ്ങളെല്ലാം നമ്മൾ വേവിച്ചതാണ്. ഇഞ്ചിയും ഉള്ളിയും അരപ്പും എല്ലാം വെന്തതായതുകൊണ്ട് ഇനി ഇതിനെ വേവിക്കേണ്ട കാര്യമില്ല. തിളപ്പിച്ചാൽ ചിലപ്പം പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ പരുവായി നോക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ പാത്രത്തിലോട്ട് നമുക്ക് ഒഴിച്ച് വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഞ്ചി പച്ചടി വെക്കുന്നതിൻ്റെ പരിപാടി. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്. അതുകൊണ്ട് എല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയൊരു ഏതെങ്കിലും വീഡിയോ ആയിട്ട് പിന്നെ എപ്പോഴെങ്കിലും കാണാവുന്നതാണ്. ബൈ ബൈ.